ഹലോ എവരിവൺ. ഇതെൻ്റെ ഒരു സ്റ്റഡി വ്ളോഗൊന്നുമല്ല, ബട്ട് ഒരു ദിവസം ഞാൻ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകണേ, എങ്ങനെയാണ് ലോങ് അവേഴ്സിൽ ഒരു സ്റ്റഡി പ്ലാൻ ഷെഡ്യൂൾ ചെയ്യണേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. മോർണിംഗ് ഒരു 8 o'clock ആണ്. ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണ്. കാരണം എനിക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക നൈറ്റിലാണ്. അപ്പം ഒരു 1 o'clock വരെ മാക്സിമം ഞാനിരുന്ന് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാറുണ്ട്. കാരണം രാവിലെ എണീക്കാൻ തീരെ പറ്റാത്ത ഒരാളാണ് ഞാൻ. ബട്ട് എന്നാലും ഞാനൊരു ആ ഒരു റൊട്ടീനിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കാരണം നൈറ്റ് ഫുള്ള് നമ്മൾ അത്ര പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചാലും ബട്ട് പിറ്റേ ദിവസം മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ഭയങ്കര ടയർഡ്നെസ് അങ്ങനെ കുറേ ഇത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നൈറ്റ് ഒരു 1 o'clock വരെ ഇരുന്നിട്ട് രാവിലെ ഒരു 7 o'clock 8 o'clock മാക്സിമം അതിന് മുമ്പ് ഇങ്ങനെ എണീറ്റ് പ്രൊഡക്റ്റീവ് ആവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പിന്നെ ഞാൻ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ തന്നെ പിറ്റേ ദിവസം എന്ത് പഠിക്കണം എന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കും. ആ സ്റ്റഡി പ്ലാൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണോ ഞാൻ യെസ്റ്റർഡേ പഠിച്ചിട്ടുള്ളത് അത് ഫുള്ളും ഒരു 1 hours ഇരുന്ന് ഫുൾ ഒന്ന് റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ പ്രോപ്പറായിട്ടൊരു സ്റ്റഡിയിലോട്ട് വരത്തുള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മളിൽ പലരും പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആളുകളായിരിക്കും. ബട്ട് ഐ തിങ്ക് ഒരു മെയിൻ തിങ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡ്യൂ ടു എ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, പ്യുവർ ടൈം മാനേജ്മെൻറ്റ്, ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മളൊരു സ്റ്റഡീസ് കൂടുതൽ പ്രൊഡക്റ്റീവിലോട്ട് എത്താത്തത്. നമ്മളെല്ലാവരും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് ഓക്കെ ആക്കി എടുക്കാൻ പറ്റുമെന്നല്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് ആ റൊട്ടീനിൽ ചേഞ്ച് വരുത്തുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എന്ത് റൊട്ടീനാണോ സ്റ്റാർട്ട് ചെയ്യണത് അത് 21 days കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു 1 day ചെയ്തു 2 day ചെയ്തിൽ അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. നമ്മളത് എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ഒരു 21 days, അറ്റ്ലീസ്റ്റ് ഒരു 21 days എങ്കിലും കൊണ്ടുപോകണം. അത് നമ്മൾ തന്നെ സ്വയം മാറ്റേണ്ട കുറേ കാര്യങ്ങളാണ്. പ്രൊഡക്റ്റീവ് സ്റ്റഡിങ് ഈസ് കീ ടു സക്സസ്, അങ്ങനെയല്ലേ? ആ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയ നോട്ട് എ സ്റ്റഡിങ് ഹാർഡ്, നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മളിൽ പലരും ഒരുപാട് ഹവേഴ്സ് കഷ്ടപ്പെട്ട് പഠിച്ച് ബട്ട് കനോട്ട് അച്ചീവ് സക്സസ്, അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങനെയാണ് എന്നൊരു രീതിയുണ്ട്. അങ്ങനെ കുറേ നേരം വായിച്ച് ബട്ട് അതിന് നമ്മൾ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. കുറേ നേരം എന്തൊക്കെയോ വായിച്ചു, എന്തൊക്കെയോ പഠിച്ചു, ആർക്കോ വേണ്ടി പഠിച്ചു, അങ്ങനെയല്ല. പിന്നെ വേറെ കുറേ പേരുണ്ട്, അതായത് കറക്റ്റായിട്ട് ടൈം മാനേജ്മെൻറ്റിൽ പ്രോപ്പറായിട്ട് പഠിച്ച്, ബട്ട് നമ്മൾ പഠിക്കുന്ന അത്രയും ഒരു 12 hours 10 hours അങ്ങനെയൊന്നും പഠിക്കില്ല. ഒരു 3 hours 4 hours വരെ മാത്രം പഠിച്ചിട്ട് ലാസ്റ്റ് സക്സസ്സിലോട്ട് എത്തുന്നവരും ഉണ്ട്. നമ്മൾ UPSCക്ക് വേണ്ടി പഠിക്കുമ്പം നമ്മളുടെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ലിമിറ്റേഷൻസൊക്കെ നമ്മൾ ഒരു ഡെയിലി റൊട്ടീനിലൂടെ മാറ്റിയെടുത്ത് ഒരു അതായത് നല്ല കുറേ ഹാബിറ്റ്സുകൾ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു 1 year 2 year ജേണിയാണ്. കാരണം 1 year നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചാലും പിന്നത്തെ നെക്സ്റ്റ് 1 year എന്ന് പറഞ്ഞാൽ ഒരു എക്സാം കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം, അതായത് ഇപ്പോൾ UPSC സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാൻ വലിയ ടഫും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് സിലബസ് അത്യാവശ്യം നല്ല രീതിയിൽ വാസ്റ്റാണ്. ഫോർ പ്രിലിംസിനായിക്കോട്ടെ, മെയിൻസിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ. ഇപ്പോൾ കറണ്ട് അഫേഴ്സ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. കാരണം നമ്മൾ തന്നെ ഒരു ഇത് ചെയ്യണം. നമ്മളെ തന്നെ കുറേ പ്രോസ്പെക്റ്റീവ്സിലൂടെ വിലയിരുത്തണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കറണ്ട് അഫേഴ്സ് ഒരു ന്യൂസ് വായിക്കുമ്പോഴത്തേക്ക് അത് UPSCക്ക് കാരണം നമ്മൾ കുറേ സെലക്റ്റീവ് ആവാൻ നമ്മൾ നോക്കണം. അത് UPSCക്ക് വേണ്ട ടോപ്പിക്കാണോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഡെയിലി പ്രാക്ടീസിലൂടെ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പം ആദ്യമേ UPSCയിലോട്ട് വരുന്ന, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ആദ്യമേ നമ്മളിപ്പോൾ UPSCയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതെവിടെ സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് എല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നും, എല്ലാം സെലക്റ്റീവായിട്ട് തോന്നും. ബട്ട് അതൊക്കെ ആസ് യൂഷ്വലാണ്. മുന്നോട്ടുള്ള കുറേ ജേർണിയിൽ നമ്മളുടെ ഡെയിലി പ്രാക്ടീസിലൂടെ നമ്മൾ കുറേ റീഡിങ്ങിലൂടെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പം ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങളെപ്പോഴും സിലബസിൽ സ്ട്രക്ക് ഓൺ ആയിരിക്കണം. കാരണം എന്താണ് സിലബസ് എന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ NCERT ആയിക്കോട്ടെ, ഈ സ്റ്റാൻഡേർഡ് ബുക്സ് ആയിക്കോട്ടെ, ഏത് ഭാഗമാണ്, ഏത് ടോപ്പിക്സാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് സ്റ്റഡി പ്ലാൻ.
നല്ലൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഭയങ്കര ഇപ്പം 1 ഇയർ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ഒരു 1 ഇയർ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എലിമിനേറ്റ് ദ ഓൾ ഡിസ്ട്രാക്ഷൻസ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് താൽക്കാലികമായിട്ട് ഈ ഒരു ജേർണിയിൽ ഭാഗമായിട്ട് നമ്മൾ മാറ്റി വെക്കുക. പിന്നെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഒരു 1 അവേഴ്സോ 2 അവേഴ്സോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നവരായിരിക്കും നിങ്ങൾ പലരും. അവരൊക്കെ ഒരു 1 അവേഴ്സ് പഠിച്ചു കഴിഞ്ഞ് ടേക്കിംഗ് എ സ്മോൾ ബ്രേക്ക്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലോങ് അവേഴ്സ് ബ്രേക്ക് അല്ല, ഒരു കുഞ്ഞു ബ്രേക്ക്. ആ ഒരു ബ്രേക്ക് ഇപ്പം ഒരു 1 അവർ പഠിക്കുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് ആവുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ലേണിംഗ് ടെക്നിക്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്ന UPSC സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം സിലബസ് വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിലൂടെയൊക്കെ കുറച്ച് ലോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആവും. ഇപ്പം നമ്മളിൽ പലരും നീറ്റ് എക്സാമൊക്കെ എഴുതിയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്ന പോലെ കുറേ MCQ, കുറേ ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുക. ഐ തിങ്ക് എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഐ സ്കോർ അറൗണ്ട് 25 മാർക്സ് മോർ ദാൻ പ്രിലിംസ് 2022 കട്ട് ഓഫ് ത്രൂ ദ ടെക്നിക്സ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ അത്. കാരണം ഞാൻ കൂടുതലായിട്ടും ടെക്നിക്സ് യൂസ് ചെയ്ത് ഒരു എലിമിനേഷൻ രീതി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു എലിമിനേഷൻ രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെങ്കിലും നമ്മൾ സിലബസിൽ ഒരു 50% എങ്കിലും കവറായിരിക്കണം. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഈ ഒരു ഇനി എന്ത് ടെക്നിക്സ് നമ്മൾ പ്രിലിംസിന് അഡോപ്റ്റ് ചെയ്താലും അത് വർക്കൗട്ട് ആവുള്ളൂ. ഇപ്പോൾ പ്രിലിംസിന് നമ്മൾ കുറേ ബൈ ഹാർട്ടായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം എന്തായാണെങ്കിലും നമ്മൾ അതിൻ്റെ പ്രോസ്പെക്റ്റീവ്സ് മനസ്സിലാക്കി പഠിക്കുക. പഠിക്കുന്ന ടൈമിൽ ഇപ്പോൾ NCERT ആണെങ്കിലും സ്റ്റാൻഡേർഡ് ബുക്സ് ആണെങ്കിലും നിങ്ങളൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കര ബെറ്റർ ആയിരിക്കും. കാരണം ഒരു റിവിഷൻ സ്റ്റേജ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ ഒരു 10 ഡേയ്സ് 50 ഡേയ്സ് ഒക്കെ മുന്നേ വരുമ്പം നമുക്ക് റിവിഷൻ ചെയ്യുമ്പം, കാരണം ഇത്രയും വാസ്റ്റുള്ള സിലബസ് ഫുൾ റിവിഷൻ ചെയ്തിട്ട് പോകാനൊന്നും നമ്മളെ കൊണ്ട് ടൈം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആയിരിക്കും ഒരു റിവിഷൻ നോട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പം നമ്മളെപ്പോഴും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ടൈമിൽ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോയതിന് ശേഷം അത് ഇടയ്ക്കിടയ്ക്കൊന്ന് റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയും ഒരുപാട് കാര്യങ്ങളുടെയും പുറകെ പോവാതെ നമ്മൾ എന്താണോ പഠിക്കണ കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ ബൈഹാർട്ടാക്കി പഠിക്കാനല്ല ഞാൻ പറയുന്നത്, പ്രോസ്പെക്റ്റീവ്സ് മനസ്സിലാക്കി ആ കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ ഏത് രീതിയിലും പ്രിലിംസിന് ക്വസ്റ്റ്യൻ വന്നാൽ അല്ലെങ്കിൽ കാരണം ഇപ്പോൾ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ആൻസർ ഉണ്ട്. അതിലേതാണ് ആൻസർ എന്ന് ചൂസ് ചെയ്താൽ മാത്രം മതി അതിനകത്ത്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാനും ഇത് 100% സക്സസ് ആയ ഒരാളല്ല, ബട്ട് എനിക്ക് പറ്റിയ കുറേ ലിമിറ്റേഷൻസും നിങ്ങൾക്ക് ഹെൽപ്പാവുമെന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാനും കുറച്ച് മോട്ടിവേറ്റായിട്ട് പഠിക്കാൻ എനിക്കും പറ്റും. ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 1 ഡേ ആണ്. കാരണം ഞാൻ പകൽ കുറച്ച് പഠിച്ചിട്ട്, പകൽ കുറച്ചെന്നല്ല അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാറുണ്ട്. ഒരു 10 അവേഴ്സിലൊക്കെ ഒരു സ്റ്റഡീസ് മാക്സിമം എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ആവണില്ല. കാരണം ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ഞാൻ സ്റ്റഡീസ് റീസ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് എൻ്റെ റൊട്ടീനിൽ തന്നെ ഞാൻ പല ചേഞ്ചുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എനിത്തിങ് UPSC റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ.